ഒരു പൊന്ന് ഗൈസ്, വേറൊന്നുമല്ല, ഒരു തേങ്ങ ഒരു മലയാളിക്കിട്ട് പണി കൊടുത്തു എന്ന് പറയാൻ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇവിടെ നമ്മുടെ അയർലൻഡിൽ വെലൻസ്ലോ എന്ന് പറയുന്ന സ്ഥലത്താണ് BR ഏഷ്യൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു മലയാളി ഷോപ്പുണ്ട്. അതായത് ഏഷ്യൻ ഷോപ്പായിട്ട് പുള്ളി നടത്തുന്നതാണ്, ഒരു മലയാളി നടത്തുന്നതാണ്. കാര്യം ഞാനും ആ കടയിലൊക്കെ പോയി സാധനമൊക്കെ വാങ്ങിക്കുന്നതാണ്. പുള്ളിയുടെ വോയിസ് ഒന്ന് ഞാൻ കേൾപ്പിക്കാം, ആദ്യം നിങ്ങളൊന്ന് കേട്ട് നോക്ക്. താങ്ക് യു. ഞാൻ ഈ വിഷയം ഞാൻ ഫേസ്ബുക്കിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ അതിൻ്റെ ലീഗൽ സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ ഡിഫോമേറ്ററി ഡിസോണസ്റ്റ് അറ്റംപ്റ്റ് ടു ഡിസ്റ്റർബ് ബിസിനസ് ഓർ ഡിഫാം ബിസിനസ് എന്നുള്ള ഗ്രൗണ്ട് വെച്ചിട്ട് നമ്മളത് റിപ്പോർട്ട് വാങ്ങിയിട്ടുണ്ട്. ആ കണ്ടന്റ് എനിക്ക് മാത്രമേ ഇനി വായിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതുപോലെ കൺസ്യൂമർ അഫെയർ പറഞ്ഞാൽ കൺസ്യൂമർ ഗ്രീവൻസസ് വന്ന കൺസ്യൂമർ കോർട്ടാണ് അതിൻ്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഞാൻ നിയമപേര് വന്ന ആളാണല്ലോ. അപ്പം അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയാണ് അവർ പോകുന്നത്. അപ്പം നമ്മുടെ അടുക്ക വന്നു, പിന്നെ നമ്മൾ പറഞ്ഞൊന്നും അവൻ കേൾക്കാൻ തയ്യാറില്ലായിരുന്നു. ഷൗട്ട് ചെയ്ത് തന്നെ വന്നു. നമ്മുടെ ഒരു മലയാളി പയ്യൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ പോയിട്ട് പിന്നെ സംസാരിക്കാം, ഞാൻ കസ്റ്റമറെ ഡീൽ ചെയ്യാണ് എന്ന് പറഞ്ഞിട്ട് ഒന്നും കേൾക്കാൻ അവന്. സംഭവം വേറൊന്നുമല്ല, ഉബറെ കടയിൽ ഒരു ഏതോ ഒരു കൺട്രിയിൽ നിന്നുള്ള ഒരാൾ ചെന്നതിന് ശേഷം ആ പുള്ളിക്കാരൻ ചെയ്തതെന്നു വെച്ച് കഴിഞ്ഞാൽ, പുള്ളി അവിടെ നിന്ന് തേങ്ങ വാങ്ങിച്ചിട്ട് പോയി. 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ആ തേങ്ങയും കൊണ്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു തേങ്ങ കേടാന്ന്. സംഭവം ഈ തേങ്ങയൊക്കെ പുള്ളി ഇവിടെ വീട്ടിൽ നിന്ന് പറിക്കുന്നൊന്നും അല്ലല്ലോ, പുള്ളി നാട്ടിൽ പുറത്തു നിന്നൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും. ഒന്നുകിൽ ഇന്ത്യയിൽ നിന്നായിരിക്കും, ഇല്ലെങ്കിൽ ആഫ്രിക്കയിൽ നിന്ന് എവിടെ നിന്നെങ്കിലുമൊക്കെ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന സാധനമാണല്ലോ ഇത്. അത് ചീഞ്ഞ് പോയതാണെന്നും പറഞ്ഞിട്ട് മൂപ്പരെ തിരിച്ചു കൊണ്ടുവന്നപ്പോഴത്തേക്കും മാറിത്തരണമെന്ന് പറഞ്ഞു. അതും ബില്ലൊന്നും ഇല്ലാതെ വന്നു. പുള്ളിയുടെ ബാക്കിയുള്ള ഇത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതിനകത്ത് റിസിപ്റ്റൊന്നും ഇല്ലാതൊക്കെ വന്നതിന് ശേഷം അലമുണ്ടാക്കി ആ ഒരു രീതിയിൽ. അതും കഴിഞ്ഞിട്ട് പുള്ളി എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോസ്റ്റ് ഇങ്ങനെ ഇതങ്ങ് പോസ്റ്റ് ചെയ്തു ഫേസ്ബുക്കിൽ. അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആൾക്കാരുടെ ഒരു രീതി ഉണ്ടല്ലോ, നമ്മുടെ മലയാളികൾ എന്നാ ചെയ്തെന്ന് വെച്ചാൽ, ആ പോസ്റ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താണ് ഇങ്ങനെ എല്ലായിടത്തും ഇട്ടുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇത് വളരെ മോശമാണ്, അങ്ങനെ ആരും ചെയ്യരുത്, ആരോടും ചെയ്യരുത്. ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഇപ്പോൾ പറഞ്ഞ പോലെ വല്ല നാട്ടിലും വന്നിട്ട് ബിസിനസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആൾക്കാരല്ലേ, എല്ലാവരും വളർന്നു പോട്ടെന്ന് വിചാരിച്ചാൽ പോരെ. നശിപ്പിക്കാനായിട്ട് എല്ലാത്തിനും എന്താണെങ്കിലും നശിപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി എടുത്തുകൊണ്ട് വരാനായിട്ടുള്ള പാട് എല്ലാവരും ഒന്ന് ചിന്തിക്കണം കേട്ടോ. കാര്യം മൂപ്പറുടെ കടയിൽ ഞാൻ പോയിട്ടുണ്ട്, ഞാൻ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു, ഞാനപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞാൻ ആ കടയിൽ പോയി ഒരിക്കൽ കുറേ നാൾ മുന്നേ ഞാനൊരു ചന്ദനത്തിൻ്റെ ഒരു ടിന്ന് വാങ്ങിച്ചായിരുന്നു. അതേ സെയിം അതേപോലത്തെ ടിന്ന് തന്നെ ഞാൻ വീണ്ടും പോയിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചറിയാണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെന്നപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഞാൻ ഇന്ന പോലെ ഒരെണ്ണം വാങ്ങിച്ചത് നേരത്തെ വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ അത് കൂടാതെ രണ്ടാമത് വീണ്ടും മേടിച്ചുകൊണ്ട് പോയിരുന്നു, എനിക്ക് അറിയത്തില്ലായിരുന്നു വീട്ടിലുണ്ടെന്ന്. പുള്ളി എന്നോട് എടുത്ത് വയൽ പറഞ്ഞു, അത് തിരിച്ചു കൊണ്ടുപോരും മോനെ, ഞാൻ മാറിത്തരാമെന്ന് പറഞ്ഞു, അതിന് പൈസ തന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ആ പുള്ളി. എൻ്റെ അറിവിൽ പുള്ളി വേറെ ആരോടും അപമര്യാദയായിട്ട് പെരുമാറിയായിട്ട് എൻ്റെ അറിവിലില്ല. അപ്പം ആരും ഇങ്ങനെയുള്ള പബ്ലിസിറ്റി ഒന്നും കൊടുക്കില്ല. നമ്മുടെ മലയാളികൾ തന്നെയാണ് ഇത് അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരി, എന്നാൽ താങ്ക്സ് കേട്ടോ.